കോൺ കൊണ്ടുള്ള ഐറ്റംസാണ് ഇന്ന് കാണിക്കുന്നത്. ഇത് നന്നായി ഉണക്കിയെടുത്തതിന് ശേഷം മില്ലിൽ കൊണ്ടുപോയി ഒന്ന് പൊടിച്ചെടുത്ത് 2 വിധത്തിലും ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഉപ്മാവ് പുട്ടൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ തരിതരിയായും, അതേപോലെ ദോശ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ നൈസായും പൊടിച്ചെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കൊന്ന് വറുത്തെടുത്ത് പുട്ടിന് വേണ്ടി നനച്ചെടുത്ത് പുട്ടുണ്ടാക്കിയെടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. വളരെ ഹെൽത്തി ആയ ഒരു ഫുഡ് ഐറ്റംസാണിത്. ഇതിൻ്റെ പൗഡർ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. കോൺ പൗഡർ എന്ന് പറഞ്ഞ് പാക്കിംഗ് ആയി വരുന്നുണ്ട്. ഇത് ഉപ്മാവാണ്. അതേപോലെ തന്നെ ദോശയും ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ദോശയ്ക്ക് മാവ് കലക്കുന്നത് പോലെ കലക്കി കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ദോശ ഉണ്ടാക്കിയെടുക്കാം. ചപ്പാത്തിയും ഉണ്ടാക്കിയെടുക്കാം കോൺ കൊണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഈ ഡയബറ്റീസ് പേഷ്യൻസിനൊക്കെ, ഈ ഹൈ ലെവലിൽ കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക് ഒരാഴ്ച നമ്മൾ കോൺ കൊണ്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിച്ചാൽ പെട്ടെന്ന് കുറക്കാൻ പറ്റുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ചപ്പാത്തിയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിന് മേച്ച് ചെയ്യുന്ന ഒരു കറി കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. നോർത്ത് ഇന്ത്യൻ കറിയാണ്. കീമ ബീഫ് ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ കൂടെ മുളപ്പിച്ചെടുത്ത ഗ്രീൻ പീസും ഒരു ചെറിയ തക്കാളിയും ഒരു മീഡിയം ടൈപ്പ് ചുവന്നുള്ളിയും ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ചേർത്ത് വേവിച്ചെടുക്കാം. അരപ്പ് തയ്യാറാക്കുക. തേങ്ങയും പെരിഞ്ചീരകവും കൂടി അരച്ചെടുത്ത് ഒരു 5-6 ചെറിയുള്ളി ചേർത്ത് ഒന്ന് കാച്ചിയെടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. വളരെ വെറൈറ്റി ആയ ടേസ്റ്റി ആയ ഒരു കീമ എന്ന് പറയുന്ന ഒരു കറിയാണ്. നോർത്തിൽ ഇതിന് കീമ എന്നാണ് പേര് കേട്ടോ. ഇതിൻ്റെ ഫുൾ വീഡിയോസ് യൂട്യൂബ് ചാനലിൽ ഉണ്ട്. എല്ലാവരും ഒന്ന് കയറി കാണുക.